Good morning, students. In the last areas of transportation problem, unbalanced transportation problem, unbalanced supply and demand. Total supply is not equal to total demand. This concept is known as unbalanced supply and demand. This unbalanced problem is to be converted into a balanced transportation problem. Fictitious sources or destination which will provide the supply or demand to be added. If the total supply exceeds total demand, then an additional column can be added to the transportation table to absorb exceed supply. The cost of transportation in that column will be taken as 0. If the total demand exceeds supply, then dummy row can be added to the transportation table. Here, also the unit of transportation cost is taken as 0. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ലാസ്റ്റ് കൺസെപ്റ്റാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ്. സോ നേരത്തെ ഞാൻ തന്ന സ്റ്റെപ്പ് സ്റ്റോൺ മെത്തേഡ് അടുത്തൊരു പ്രോബ്ലം ചെയ്യാത്തത് അതങ്ങനെ സാധാരണ നമ്മൾ കാണാറില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്റ്റെപ്പ് സ്റ്റോണിൽ സാധാരണ ക്വസ്റ്റ്യൻ അങ്ങനെ വരാറില്ല. ഇനീഷ്യൽ സ്റ്റേജ് കണ്ടുപിടിക്കാനാണ് സാധാരണ വരാറ്. നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് വഴി 2-3 ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്ത് തരാം, ചെയ്ത് നോക്കിയേക്കുക. കാരണം കുറേ ടേബിൾ 5-10 ടേബിൾ ഉള്ളത് കൊണ്ട് തന്നെ, ഒരുപാട് ടേബിൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. ഈവൻ അഥവാ ചോദിച്ചാൽ തന്നെ അതിൻ്റെ ടേബിളിനെ ബേസ് ചെയ്തിട്ട് മാത്രം അലോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് പ്രോബ്ലം വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മെറ്റീരിയൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ട് തരാം. എന്നിട്ട് ആൻസറും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അയച്ചു തരാം. നിങ്ങൾ താല്പര്യപ്പെടുകയാണെങ്കിൽ ചോദിച്ചാൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. So the last item of the transportation problem, unbalanced transportation problem. Unbalanced supply and demand. നമ്മൾ ഇതുവരെ പഠിച്ചത് സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണ്. അപ്പോൾ 200 ഡിമാൻഡും 200 സപ്ലൈയും. അപ്പോൾ നമ്മൾ ഈ കോർണറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു 200 സപ്ലൈ ആഡ് ചെയ്താൽ 200 കിട്ടും, ഡിമാൻഡ് ആഡ് ചെയ്താൽ 200 കിട്ടും. നമ്മൾ എന്തായിരുന്നു ഇക്വേഷൻ എഴുതിയത്? സിഗ്മ ഡി ഐ ഈസ് ഈക്വൽ ടു സിഗ്മ എസ് ജെ ഈസ് ഈക്വൽ ടു 200. അങ്ങനെയല്ലേ എഴുതിയത്? ഇപ്പം ഡിമാൻഡിന് സപ്ലൈ ഈക്വൽ ആണ്. ഇനി ഡിമാൻഡിന് സപ്ലൈ ഈക്വൽ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണെങ്കിൽ ടോട്ടൽ സപ്ലൈ ഈസ് നോട്ട് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. സപ്ലൈ എന്തിന് ഈക്വൽ അല്ല? ഡിമാൻഡിന് ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ദിസ് അൺബാലൻസ്ഡ് പ്രോബ്ലം ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അൺബാലൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ നമ്മൾ ആദ്യം എന്തിലേക്ക് കൊണ്ടുവരണം? ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവരണം. Fictitious sources or destination which will provide the supply or demand to be added. നമ്മൾ സോഴ്സസും ഡെസ്റ്റിനേഷനും അല്ലേ പഠിച്ചത്? ഡിമാൻഡ് D1 D2 എന്ന് പറയുന്നത്, പിന്നെ O1 O2 എന്ന് പറയുന്ന സോഴ്സസ്. ആ സോഴ്സസും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനായ നമ്മളെ സപ്ലൈയും, അല്ലെങ്കിൽ സോഴ്സസും ഡെസ്റ്റിനേഷനും, റോസും കോളംസും. സോഴ്സസ് റോസ് ആയിട്ടും പറഞ്ഞ് ഡെസ്റ്റിനേഷൻ കോളമായിട്ട് പറഞ്ഞ് ഈ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള സോഴ്സസും ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനും നമ്മൾ സപ്ലൈയും ഡിമാൻഡിനും ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾ മുന്നേ ഗെയിം തിയറിലൊക്കെ അത് പഠിച്ചില്ലേ? ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള റോസും ഫിക്റ്റീഷ്യസ് കോളംസും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള സോഴ്സസും ഡെസ്റ്റിനേഷനും കൊണ്ടുവരണം. ഇഫ് ടോട്ടൽ സപ്ലൈ എക്സീഡ്സ് ടോട്ടൽ ഡിമാൻഡ്, സപ്ലൈ ഡിമാൻഡിനേക്കാണ് കൂടുതലാണെങ്കിൽ then an additional column can be added to the transportation table. അഡീഷണൽ കോളം എന്ത് ചെയ്യേണ്ടി വരും? ക്യാൻ ബി ആഡഡ് ടു ദി ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ടു അബ്സോർബ് സീഡ് സപ്ലൈ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അഡീഷണൽ കോളം അല്ലെ ഡമ്മി കോളം ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ വെക്കേണ്ടി വരും. അപ്പോൾ ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദിസ് കോളം വിൽ ബി ടേക്കൺ ആസ് 0. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ അല്ലെ കോളത്തിൻ്റെ കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ മുന്നേ പഠിച്ചതില്ലേ കഴിഞ്ഞ ചാപ്റ്ററുകളിലേക്ക് നമ്മൾ ഡമ്മി ആയിട്ടുള്ള പഠിച്ചില്ലേ? ഒരു ഗെയിം തിയറിൽ ഡമ്മി ആയിട്ടുള്ള റോസും ഡമ്മി ആയിട്ടുള്ള കോളംസും കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ വാല്യൂ 0 കൊടുത്തിട്ട് ചെയ്തില്ലേ? അതേപോലെ തന്നെ ഇവിടെയും ചെയ്യണം. സെക്കൻഡ് കേസ്, ഇഫ് ദ ടോട്ടൽ ഡിമാൻഡ് എക്സീഡ് സപ്ലൈ ദാൻ ഡിമാൻഡിനെക്കാളും സപ്ലൈ കൂടുതലാണെങ്കിൽ അവിടെ എന്താണ്? റോ ക്യാൻ ബി ആഡഡ് ടു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ റോ ആണ്. ഒന്ന് കോളം, നേരത്തെ നമ്മൾ കോളം ആഡ് ചെയ്ത് അതിന് പകരം ഇവിടെ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡമ്മി റോ ആഡ് ചെയ്യും. എന്നിട്ട് ഹിയർ ആൾസോ യൂണിറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടേക്കൺ 0. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് രണ്ടിനെയും ട്രാൻസ്പോർട്ടേഷൻ ഡമ്മി റോ വന്നാലും ഡമ്മി കോളം വന്നാലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ത് ചെയ്യും? 0 ആയിട്ട് വരും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ചെയ്യാണ് നമ്മൾ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്.
ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കൂ. ക്വസ്റ്റ്യൻ നോക്കൂ. A product is manufactured by 4 factories P, Q, R and S. The unit production cost of these products are 2, 3, 1 and 5 respectively. Their production capacities are 50, 70, 30 and 50 units respectively. These factories supply the product to 4 stores. Demand of each of these 25, 35, 105 and 20 units respectively. Unit transportation cost incurred in rupees for each factory to each store is given below. Store 1, 2, 3, 4, factory PQRS. First store 2, 3, 13, 4. Second store 4, 8, 3, 6. Third store 6, 7, 9, 8. Fourth store 11, 5, 12, 3. Determine the extent of deliveries from each of the factories to each of the stores so that the total production and transportation cost is minimum. Find out initial feasible solution. നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്താ ക്വസ്റ്റ്യൻ? ഒരു ഫാക്ടറിയിൽ 4 ഫാക്ടറി ഉണ്ട്. PQRS ഇതിന്റെ പേര്. യൂണിറ്റ് കോസ്റ്റ് ഓരോന്നിൻ്റെയും പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് കോസ്റ്റ് പിയുടെ 2, ക്യൂയുടെ 3, ആറിൻ്റെ 1, എസിൻ്റെ 5. പ്രൊഡക്ഷൻ കപ്പാസിറ്റി പിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 50, ക്യൂയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 70, ആറിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 30, എസിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 50. അപ്പോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ? കപ്പാസിറ്റി മീൻസ് അതിന് ഡിമാൻഡാണ്. ആക്ച്വലി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത കൺസെപ്റ്റ്. ദാറ്റ് മീൻസ് അതിൻ്റെ ഡിമാൻഡ് അല്ലേ. ദ ഫാക്ടറി സപ്ലൈ ദ പ്രൊഡക്റ്റ്. ഫാക്ടറിയിൽ സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റിയാണ്. ദെൻ സപ്ലൈ എന്ന് പറയുന്നത് എന്താ? സപ്ലൈ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് 4 സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലൈ ആണ്. ഒരു മാനുഫാക്ചറിങ് ഫേമിന് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഇപ്പം പറഞ്ഞത്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇതുവരെ പഠിച്ചത്? സപ്ലൈക്കാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുക. പിന്നെ ഡിമാൻഡ് ഓഫ് വിച്ച് നമ്മളെ ഇവിടെയുള്ള ഡിമാൻഡ് പിയുടെ ഡിമാൻഡ് 25, ക്യൂയുടെ ഡിമാൻഡ് 35, ആറിൻ്റെ ഡിമാൻഡ് 105, എസിൻ്റെ ഡിമാൻഡ് 20. ഇപ്പം സപ്ലൈയും കിട്ടി, പെർ യൂണിറ്റും കിട്ടി, ഡിമാൻഡും കിട്ടി. അതുപോലെ തന്നെ ഓരോ ഫാക്ടറീസിലും എൻകറേജ് ചെയ്യുന്ന അതിൻ്റെ സ്റ്റോഴ്സിൽ എൻകറേജ് ചെയ്യുന്നതിൻ്റെ റുപ്പീസ് കോസ്റ്റാണ് താഴെ തന്നത്. ഫസ്റ്റ് സ്റ്റോറിൽ 2, 10, 13, 14. സെക്കൻഡിൽ 4, 8, 3, 6. തേർഡിൽ 6, 7, 9, 8. Fourth 11, 5, 12, 3. Determine the extent of deliveries for each of the factories. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സ്റ്റെൻഡ് ഡെലിവറി കൊടുക്കണം. ഓരോ സ്റ്റോറിലും ടോട്ടൽ പ്രൊഡക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ചെയ്യണം. അപ്പോൾ നമ്മളോട് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ പറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണം ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആണോ. അങ്ങനെയാണെങ്കിൽ അല്ല അൺഫീസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെ അൺബാലൻസ് ആണ്. ഡിമാൻഡ് ആഡ് ചെയ്ത് നോക്കാം, അത് സപ്ലൈ ആഡ് ചെയ്ത് നോക്കാം. 50, 70, 30, 50 ആഡ് ചെയ്താൽ എത്ര വരും? 200 വരും. സപ്ലൈ എത്ര വരും? പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓർ സപ്ലൈ 200 ആണ് വരിക. ഇനി ഡിമാൻഡ് ആഡ് ചെയ്ത് നോക്കാം. 35 പ്ലസ് 25 60, 60 പ്ലസ് 105 165, 165 പ്ലസ് 20 185 അല്ലേ. 185. അപ്പോൾ ഡിമാൻഡ് 185ഉം സപ്ലൈ 200ഉം. അപ്പോൾ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. ഡിമാൻഡ് എത്ര വരും? ഡിമാൻഡ് 185, സപ്ലൈ 200 വരും. അപ്പോൾ 185 ആയിട്ടുള്ള ഡിമാൻഡും 200 സപ്ലൈ ഈക്വൽ ആണോ? അല്ല. അപ്പോൾ അതെന്താണ്? അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇങ്ങനെ ഏത് അൺബാലൻസ്ഡ് ആണെന്നൊന്നും ക്വസ്റ്റ്യനിൽ തരില്ല. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആണോ നോക്കണം. ഈക്വൽ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ ബാലൻസ് ചെയ്യാമെന്ന് മാത്രം, വേറൊരു ആപ്ലിക്കേഷനും ഇല്ല. സോ അപ്പം നമുക്ക് ടേബിൾ 1 നോക്കാം. അതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാനെങ്കിൽ ചെയ്യാം. ആദ്യം നമുക്ക് നോക്കാം. PQRS റോ 1, 2, 3, 4 എന്ന് പറയുന്ന 4 കോളം, ലാസ്റ്റ് കോളം സപ്ലൈ. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. എങ്ങനെയാ ബാലൻസ് ചെയ്യുക? ഈക്വൽ ആക്കി മാറ്റണം ഡിമാൻഡില്ലേ. അപ്പം നമ്മളെ വാല്യൂ എത്രയായിരുന്നു നോക്കൂ. പെർ യൂണിറ്റ് കോസ്റ്റ് പിയുടെ പെർ യൂണിറ്റ് കോസ്റ്റ് 2, ക്യൂയുടെ പെർ യൂണിറ്റ് കോസ്റ്റ് 3, ആറിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് 1, എസിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് 5. നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. നോക്കൂ, 2 എന്ന് പറയുന്ന കോസ്റ്റിലൂടെ അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് ആഡ് ചെയ്ത് ഫസ്റ്റിൽ
പിയുടെ പെർ യൂണിറ്റ് കോസ്റ്റ് 2, അപ്പോൾ 4 കിട്ടി. താഴെ വായിക്കുകയാണ് ഫസ്റ്റ് കോളം. ഇനി ക്യൂയുടെ വാല്യൂ എത്രയാ? ഫസ്റ്റ് കോളത്തിൽ 10, പെർ യൂണിറ്റ് 3, ആഡ് ചെയ്തപ്പോൾ 13. ഇനി ആറിൻ്റെ കോസ്റ്റ് 13 ആയിരുന്നു, പെർ യൂണിറ്റ് 1 ആണ്, സോ ആഡ് ചെയ്തപ്പോൾ 14. 4ന്റെ എസ് എന്ന് പറയുന്ന ഇതിന്റെ പെർ യൂണിറ്റ് 5 ആണ്. പിയുടെ പെർ യൂണിറ്റ് 2, ക്യൂയുടെ പെർ യൂണിറ്റ് 3, ആറിന്റെ പെർ യൂണിറ്റ് 1, എസിന്റെ പെർ യൂണിറ്റ് 5 ആഡ് ചെയ്യുക. അപ്പോൾ 4 + 5 9. ഇനി സെക്കൻഡ് കോളം 4 + 2 6. 2 പിയുടെ കോസ്റ്റ് ആണ്, പെർ യൂണിറ്റാ. 8 + 3 11. 3 + 1 4. 6 + 5 11. ഈ തേർഡ് കോളം 6 + 2 8. 7 + 3 10. 9 + 1 10. 8 + 5 13. ഫോർത്ത് കോളത്തിലെ വാല്യൂ 11 5 12 3. പെർ യൂണിറ്റ് കോസ്റ്റ് ഐഡിയ. പിയുടെ കോസ്റ്റ് 2 ആണ്. 11 + 2 13. ക്യൂയുടെ പെർ യൂണിറ്റ് 3 ആണ്, സോ 5 + 3 8. ആറിന്റെ പെർ യൂണിറ്റ് 1 ആണ്. 12 + 1 13. എസിന്റെ പെർ യൂണിറ്റ് 5 ആണ്. 3 + 5 8. ഇനി സപ്ലൈ നമുക്ക് തന്നത് അങ്ങനെ തന്നെ എഴുതാം. 50 70 30 50. അതിന് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളിന് ഒരു നടുവിലൂടെ ഒരു വര വരച്ച് സ്ലാഷ് ഇട്ടിട്ട് 200 എഴുതാം. ഇനി ഡിമാൻഡ് തന്നത് അങ്ങനെ തന്നെ എഴുതാം. ഫസ്റ്റ് കോളത്തിന് ഡിമാൻഡ് 25, സെക്കൻഡ് കോളത്തിന് ഡിമാൻഡ് 35, തേർഡ് കോളത്തിന് 105, ഫോർത്ത് കോളം 20. അവിടെ സ്ലാഷിന്റെ ഇപ്പുറത്ത് 185 ടോട്ടൽ എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ആഡ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും പ്രൊഡക്ഷൻ കോസ്റ്റും നമ്മൾ ആഡ് ചെയ്ത്. ദിസ് പ്രോബ്ലം ദ ടോട്ടൽ സപ്ലൈ ഇൻ 200 ആൻഡ് ദ ഡിമാൻഡ് ഈസ് 185. There is a shortage of 15 demand units. 15 ഡിമാൻഡ് യൂണിറ്റിന് 15 ഡിമാൻഡിന്റെ ഷോർട്ടേജ് ആണ്. സപ്ലൈ 200, ഡിമാൻഡിന് 15 ഷോർട്ടേജ് ഉണ്ട്. Therefore, dummy demand is to be added to absorb the excess capacity. ആ കപ്പാസിറ്റി ഈക്വൽ ആക്കാൻ 200 ആക്കാൻ വേണ്ടിയിട്ട് ഡമ്മി ആയിട്ടുള്ള ഡിമാൻഡ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. We can do the problem by using VAM method. നമ്മൾ ഏത് മെത്തേഡും വേണേൽ ചെയ്യാം. നമ്മളോട് ഒരു മെത്തേഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്നത് VAM മെത്തേഡ് ഉപയോഗിച്ചാണ്. The number of allocated cell is 8 is equal to 8 എങ്ങനെയാണ് കിട്ടിയത്? m + n - 1 is equal to 5 അല്ലേ? 5 എന്ന് പറയുന്നത് 5 + 4 ആണ് റോ. ഇപ്പോൾ കോളം 4 റോയും നമ്മൾ ആഡ് ചെയ്ത് 5 + 4. 5 എന്ന് പറയുന്നത് സപ്ലൈൻ്റ് ആണ്. 5 + 4 - 1 ഈസ് ഈക്വൽ ടു 8 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് അലോക്കേഷൻസ് എല്ലാം എത്രയാ? 8 ആണ് അല്ലേ? 1 2 3 4. 4 കോളം 4 റോ എന്ന് പറയുമ്പോൾ 8 ആണ് അലോക്കേഷൻ സെല്ല് അല്ലേ? 4 + 4 ആണ്. 4 റോ + 4 കോളം, അപ്പോൾ 8 ആണ് അലോക്കേഷൻ സെല്ല്. 8 കിട്ടുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? സോ ദർ ഈസ് എ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ പറയാം. From the above table, it can be seen that 15 units are allocated to dummy store from the factory and as modified table given below. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? 15 യൂണിറ്റ് ഡിമാൻഡ്സ് ആഡ് ചെയ്യണം. അതുകൊണ്ട് ഒരു ഡമ്മി ഡിമാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡമ്മി സ്റ്റോർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഫ്രം ദ ടേബിൾ. ആ ഒരു ടേബിളിൽ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എത്രയാ നോക്കൂ? 4 × 25. ഓരോന്നും ആഡ് ചെയ്യുക അതിനകത്തുള്ളത് കേട്ടോ. 4 × 25 പ്ലസ് 5 × 6 പ്ലസ് 30 × അതിൻ്റെ നമുക്ക് തരുന്ന ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ്. അതെന്നിട്ട് പറയാം. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ വരച്ച് നോക്കൂ. നമ്മൾ 1 2 3 4 4 ഓൾറെഡി തന്ന കോളം വരച്ച് നമുക്ക് ഡിമാൻഡ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യണം. അതിനൊരു ഡമ്മി കോളം ക്രിയേറ്റ് ചെയ്ത്. അപ്പം ഡിമാൻഡ് ആണ് ക്രിയേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡമ്മി കോളം ക്രിയേറ്റ് ചെയ്യും. ഇനി സപ്ലൈ ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഡമ്മി റോ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഡിമാൻഡിൻ്റെ അല്ലേ 15 ഷോർട്ടേജ് ഏതിൻ്റെയാ? ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ഡമ്മി കോളമാണ് ഉണ്ടാക്കുക. അടുത്ത് നോക്കൂ. ഫസ്റ്റ് കോളം 1, സെക്കൻഡ് കോളം 2, തേർഡ് കോളം 3, ഫോർത്ത് കോളം 4. നെക്സ്റ്റ് ഫിഫ്ത്ത് കോളം, ഒരു കോളം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കണം. ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു ഡമ്മി കോളം ഉണ്ടാക്കി. ഡമ്മി. അടുത്ത കോളം സപ്ലൈ. നെക്സ്റ്റ് കോളം റോ നമ്പർ. നമ്മൾ പെനാൽറ്റി ടേബിളല്ലേ ഉണ്ടാക്കുന്നത്, വാമല്ലേ, അപ്പം റോ നമ്പറും കൊടുക്കും. ദെൻ അതുപോലെ തന്നെ റോല് പറയുന്നത് ഫസ്റ്റ് P, നെക്സ്റ്റ് Q, നെക്സ്റ്റ് R, അടുത്ത കോളം അടുത്ത റോ ഡിമാൻഡ്, ലാസ്റ്റ് റോ കോളം നമ്പർ. അപ്പം നമ്മൾ ഫസ്റ്റ് റോയിലെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത്. 4 13 14 9. ഫസ്റ്റ് കോളത്തിന്റെ ഡിമാൻഡ് 25.
Second column 6, 11, 4, 11, demand 35. Third column 8, 10, 10, 13, demand 105. Fourth column 13, 8, 13, 8, demand 20. ഇനി ഡമ്മി കോളത്തിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഡമ്മി റോ ആയാലും ഡമ്മി കോളം ആയാലും വാല്യൂ 0, 0, 0, 0. നമ്മളിതുപോലെ മാർക്ക് ചെയ്യണം. സപ്ലൈ 50, 70, 30, 50. ഇനി റോ നമ്പർ കൊടുക്കണം. റോ നമ്പർ ഫസ്റ്റ് റോ ആയ പിക്ക് നമ്പർ കൊടുക്കും U1, ക്യൂക്ക് നമ്പർ കൊടുക്കും U2, ആറിന് നമ്പർ കൊടുക്കും U3, എസിന് നമ്പർ കൊടുക്കും U4. നെക്സ്റ്റ് നമ്മൾ താഴെ അടുത്തൊരു റോ എഴുതണം. PQRS എഴുതി. കോളം നമ്പറിൽ ഫസ്റ്റ് കോളം V1, സെക്കൻഡ് കോളം V2, തേർഡ് കോളം V3, ഫോർത്ത് കോളം V4, ഡമ്മി കോളം V5. ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് വാല്യൂ അലോട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? വാല്യൂ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വാല്യൂ അലോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇതിനകത്ത് നമുക്ക് എന്താണ് 25ഉം 50ഉം എടുക്കാം. 25ഉം 50 എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? 25ഉം 50 എടുക്കാണ്. വേറെ ഒന്നും നോക്കുന്നില്ല, പെനാൽറ്റി ഒന്നും ബേസ് ചെയ്യുന്നില്ല. 25ഉം 50 എടുക്കാണ്. ഇപ്പോൾ ഫസ്റ്റ് റോവും വെച്ച് നോക്കുകയാണ്. ഫസ്റ്റ് കോളത്തിന്റെ ഡിമാൻഡ് 25 ആണ്. സപ്ലൈ എത്രയുണ്ട്? 50 ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് P1 എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യും? 25 അലോട്ട് ചെയ്യും. 25 അലോട്ട് ചെയ്ത് അപ്പോൾ ഫസ്റ്റ് കോളം ഡിലീറ്റ് ആയി പോകും. ഇനി സെക്കൻഡ് കോളം നോക്കാം. സെക്കൻഡ് കോളത്തിലെ ഡിമാൻഡ് 35 ആണ്. പക്ഷെ സപ്ലൈയിൽ ഫസ്റ്റ് റോ ആയ U1 എന്ന് പറയുന്ന റോയിലെ സപ്ലൈ ഇനി എത്രയേ ബാക്കിയുള്ളൂ? 50ൽ 25 കൊടുത്ത് എത്രയേ ബാക്കിയുള്ളൂ? 25 ബാക്കിയുള്ളൂ. അപ്പം നമുക്ക് 25 പെനാൽറ്റി വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്താൽ വാം മെത്തേഡ് പെനാൽറ്റി തന്നെ ചെയ്തിട്ട് പോയിക്കോ, കൺഫ്യൂഷൻ വേണ്ട. അപ്പം വാം മെത്തേഡാണ് ഇവിടെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആദ്യം എടുക്കാം അല്ലേ? വാം മെത്തേഡിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? വാം മെത്തേഡിൽ പെനാൽറ്റി ആണ് നോക്കിയത്. റോയുടെ പെനാൽറ്റി, കോളത്തിന്റെ പെനാൽറ്റി. ഇനി നമുക്ക് അങ്ങനെ നോക്കാം, കൺഫ്യൂഷൻ വേണ്ട. ഫസ്റ്റ് റോ P ആണ് അല്ലെ? U1 എന്ന് പറയുന്ന റോയുടെ പെനാൽറ്റി എത്രയാ? ഏറ്റവും ലീസ്റ്റ് ആയ 2 വാല്യൂ 6ഉം 4ഉം, പെനാൽറ്റി 2. നെക്സ്റ്റ് അടുത്ത റോയുടെ പെനാൽറ്റി 8ഉം 10ഉം, ലീസ്റ്റ് വാല്യൂ 2. നെക്സ്റ്റ് 6 എന്ന് പറയുന്ന റോയുടെ പെനാൽറ്റി 4ഉം 10ഉം 6. നെക്സ്റ്റ് വാല്യൂയുടെ പെനാൽറ്റി എത്രയാ? നെക്സ്റ്റിന്റെ പെനാൽറ്റി 4ഉം 10ഉം തമ്മിൽ 6 ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. അടുത്തതിന്റെ പെനാൽറ്റി 8ഉം 9ഉം തമ്മിലുള്ള 1. നെക്സ്റ്റ് പെനാൽറ്റി നോക്കാം. ഇനി കോളം വൈസ് പെനാൽറ്റി നോക്കാം. 4ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5. നെക്സ്റ്റ് 6ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 2. 8ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 2. 8ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 0. അപ്പൊ ഏറ്റവും വലിയ പെനാൽറ്റി ഏതാ? ഏറ്റവും വലിയ പെനാൽറ്റി വെച്ചിട്ട് നമ്മൾ അങ്ങനെ റൗണ്ട് ചെയ്ത് വാല്യൂ കൊണ്ട്, ഞാൻ അതിന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പം ഞാൻ ഒരു ഓർഡറിൽ അങ്ങ് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളെ. അതിന് നമ്മൾ ടൈം എടുത്തു കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ നമുക്ക് വാം മെത്തേഡ് കുറേ പറഞ്ഞതാണ്. അപ്പം നമ്മൾ ആദ്യം എന്താ അലോട്ട് ചെയ്ത്? ഫസ്റ്റ് V1 എന്ന് പറയുന്ന കോളത്തിലെ 25 ഡിമാൻഡ് അലോട്ട് ചെയ്ത്. ഇനി അടുത്തത് എന്താണ് അലോട്ട് ചെയ്തത്? V2 എന്ന് പറയുന്ന സെക്കൻഡ് കോളം അലോട്ട് ചെയ്യണം. സെക്കൻഡ് കോളം അലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ അലോട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെയാണ് അലോട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആയ 10ന് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ സെപ്പറേറ്റ് വരച്ചിട്ട് അലോട്ട് ചെയ്ത് തന്നെ കൊടുത്തോ, എന്നാൽ കൺഫ്യൂഷൻ വരില്ല. അപ്പം ഞാൻ അലോട്ട് ചെയ്തത് ഫസ്റ്റ് P1 എന്ന് പറയുന്ന സെല്ലിൽ 25, P2 എന്ന് പറയുന്ന സെല്ലിൽ 5, R2 എന്ന് പറയുന്ന സെല്ലിൽ 30, P3 എന്ന് പറയുന്ന സെല്ലിൽ 20, Q3 എന്ന് പറയുന്ന സെല്ലിൽ 70, S3 എന്ന് പറയുന്ന സെല്ലിൽ 15. അടുത്തത് S4 എന്ന് പറയുന്ന സെല്ലിൽ 20. ലാസ്റ്റ് ഡമ്മി സെല്ലായ ഡമ്മിയിൽ 15 അലോട്ട് ചെയ്ത് കൊടുത്ത്. ഡമ്മീൻ്റെ വാല്യൂവിൽ നമ്മൾ 15 കാണിക്കണേ. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഡിമാൻഡും സപ്ലൈയും ഈക്വലായി 200 ആവണം. ഇത് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഇവിടെ എഴുതി വെച്ചിട്ടതാ. ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 4 into 25 plus 5 into 6 plus 30 into 4 plus 20 into 8 plus 70 into 10 plus 15 into 13 plus 20 into 8 plus 15 into 0 is equal to 100 plus 30 plus 120 plus 160 plus 700 plus 195 plus 160 plus 0 is equal to 1465 നമ്മൾ അലോട്ട് ചെയ്ത്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നാൽ ഇത്രയേ ഉള്ളൂ സംഭവം. ആദ്യം അതിനെ ഒരു ഡമ്മി കോളം വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡമ്മി ഇപ്പോൾ
ഇവിടെ ഡിമാൻഡാണ് ഷോർട്ടേജ് എങ്കിൽ ഡമ്മി കോളം വെച്ച് അലോട്ട് ചെയ്യുക. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാം. ഇനി റോന്റെ സൈഡിലാണ് കുറവെങ്കിൽ അല്ലെങ്കിൽ ഡിമാൻഡ് 200ഉം സപ്ലൈ 150 ആണെങ്കിലോ ഒരു ഡമ്മി റോ ഉണ്ടാവും. എന്നിട്ട് ആ ഡമ്മി റോക്ക് വാല്യൂ 0 കൊടുക്കുക. ബാക്കിയൊക്കെ നമ്മൾ വാം മെത്തേഡിൽ ഇതുവരെ ചെയ്ത പോലെ പെനാൽറ്റി വെച്ചിട്ട് ചെയ്തിട്ട് പോകണം. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? ക്ലിയർ ആയില്ലേ? അടുത്തൊരു കൺസെപ്റ്റും കൂടി പറയാം. മിനിമൈസേഷൻ കേസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പോൾ അൺബാലൻസ്ഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിയപാട് നോക്കണം. ഡിമാൻഡ് സപ്ലൈ ഈക്വൽ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുക. ആദ്യം ഡമ്മി കോളം അല്ലെങ്കിൽ ഡമ്മി റോ വെക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫീസിബിൾ സൊല്യൂഷൻ ഓരോ കോളം വൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒറ്റയടിക്ക് കണ്ടുപിടിക്കൽ കുറച്ച് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇവിടെ ഒറ്റയടിക്ക് കണ്ടുപിടിച്ചെന്നുള്ളൂ. ഒറ്റയടിക്ക് കണ്ടുപിടിക്കലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഡമ്മി കോളം വെച്ചിട്ട് ബാക്കി നിങ്ങൾ ഓരോ ഇതുവരെ നമ്മൾ ചെയ്തില്ലേ, വാം മെത്തേഡ് ചെയ്തില്ലേ, ആ മെത്തേഡ് തന്നെ ചെയ്ത് ഓരോന്ന് അലോക്കേറ്റ് ചെയ്ത് പോയാൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. എക്സാമിന് വന്നു കഴിഞ്ഞാലും വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് കോളം വരയുന്നില്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു പോയാൽ മതി. ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യണം എന്നാണ്, പക്ഷെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോക്കേഷൻ ടേബിൾ 1, 2, 3 എന്നുള്ള ഫാസ്റ്റ് ആയിട്ട് ചെയ്തു പോയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് മാക്സിമൈസേഷൻ കേസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാന്നല്ലേ. സോ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് മെയിൻ ഡെൽറ്റ് വിത്ത് മിനിമൈസേഷൻ, ബട്ട് ദെയർ ആർ കേസസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം വിത്ത് maximization objective. This maximization problem is to be converted into minimization. It can be done by subtracting all elements from the highest element in the given transportation model. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് മിനിമൈസേഷൻ കോസ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒബ്ജക്റ്റീവ്. ചില ക്വസ്റ്റ്യനിൽ നമ്മളോട് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആണ് തരുന്നതെങ്കിൽ ഈ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മിനിമൈസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. മിനിമൈസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, നമ്മളിപ്പോൾ കോസ്റ്റ് ആഡ് ചെയ്തതിന് പകരം സബ്ട്രാക്ട് ചെയ്യുക. ഹയസ്റ്റ് എലിമെന്റിൽ നിന്ന് ഓൾ എലിമെന്റ്സ് ഓഫ് ദ ഹയസ്റ്റ് എലിമെന്റ് ഈസ് ഗിവൺ ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നിന്ന് അവിടെ നമുക്ക് കിട്ടിയ കോസ്റ്റ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ അതിന് മിനിമൈസിങ് കേസ്. അതിന് മുന്നേ ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നും കൂടി പറയാം. അൺബാലൻസ്ഡ് പ്രോബ്ലം ആണ്. അൺബാലൻസ്ഡ് പ്രോബ്ലത്തെ ആദ്യം ബാലൻസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് തന്ന ടേബിളിലുള്ള പെർ യൂണിറ്റ് കോസ്റ്റ് ആഡ് ചെയ്യണം. പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പിയുടെ പെർ യൂണിറ്റ് 2ഉം ക്യൂയുടെ 3ഉം ആറിന്റെ 1ഉം എസിന്റെ 5 ആണ്. അപ്പൊ നമുക്ക് ഓരോ കോളത്തിലും തന്ന വാല്യൂവിന്റെ കൂടെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ഫസ്റ്റ് കോളത്തിൽ തന്ന വാല്യൂ 2, 10, 13, 4 ആണ്. അപ്പൊ പിയുടെ പെർ യൂണിറ്റ് 2, ക്യൂയുടെ പെർ യൂണിറ്റ് 3, ആറിന്റെ പെർ യൂണിറ്റ് 1, എസിന്റെ പെർ യൂണിറ്റ് 5. അങ്ങനെ ആഡ് ചെയ്ത വാല്യൂ ആണ് ഫസ്റ്റ് കോളത്തിൽ 4, 13, 14, 9, ഡിമാൻഡ് 25. ഇനി സെക്കൻഡ് കോളം ഇതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6, 11, 4, 11, 35 ഡിമാൻഡ്. തേർഡ് കോളം സെയിം തന്നെ 8, 10, 10, 13, 105 ഡിമാൻഡ്. ഫോർത്ത് കോളം 13, 8 ഡിമാൻഡ് 20. സപ്ലൈ അപ്പം എത്ര കിട്ടും, 50, 70, 30, 50. അപ്പോൾ സപ്ലൈ ടോട്ടൽ 200ഉം ഡിമാൻഡ് ടോട്ടൽ 185 ആണ്. അപ്പോൾ നമുക്കറിയാം അൺബാലൻസ്ഡ് പ്രോബ്ലം ആണ്. അൺബാലൻസ്ഡ് പ്രോബ്ലത്തെ നമ്മൾ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോർട്ടേജ് വരുന്നത് എവിടെയാണ്, ഡിമാൻഡിലാണ്. സപ്ലൈ 200 ഡിമാൻഡ് 185 ആണ്. ഡിമാൻഡിൽ ഷോർട്ടേജ് വരുമ്പോൾ ഡമ്മി കോളം വരയ്ക്കുക. നേരെ തിരിച്ച് സപ്ലൈയിലാണ് ഷോർട്ടേജ് എങ്കിൽ ഡമ്മി റോ വരയ്ക്കുക. ഇനി ഡമ്മി കോളം നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുന്ന 3 കോളം. ഡമ്മി കോളം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡമ്മി കോളം 0 വാല്യൂ കൊടുക്കുക, അത് ബോക്സിലാക്കുക. സപ്ലൈ 50, 70, 30, 50, 200. ഇനി റോ നമ്പർ U1, U2, U3, U4 കൊടുക്കാം. PQRS എന്ന് പറയുന്ന റോ കൊടുക്കാം. ഡിമാൻഡ് 25, 35, 105, 20, 15, 200 കൊടുക്കാം. 200 ആയല്ലോ, അപ്പോൾ 15 ഡമ്മിക്ക് 15 വാല്യൂ കൊടുക്കാം. കോളം നമ്പർ V1, V2, V3, V4, V5. എന്നിട്ട് ഇതുവരെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് അവസാനം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, റൗണ്ട് ചെയ്തതും അതിനകത്ത് വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് 1465 കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മാക്സിമൈസേഷൻ കേസ് നമ്മൾ പറഞ്ഞു. മാക്സിമൈസേഷൻ കേസിന്റെ പ്രത്യേകത, മാക്സിമം ഒബ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. മിനിമൈസ് ചെയ്യണമെങ്കിൽ അതിനെ സബ്ട്രാക്ട് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് ദ ഫോളോയിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. ഡെസ്റ്റിനേഷൻ ABCD, സപ്ലൈ, ഡിമാൻഡ് തന്നിട്ടുണ്ട്. 1, 2, 3 എന്ന് പറയുന്ന 3 സോഴ്സസ് ഉണ്ട് അല്ലെങ്കിൽ റോസ് ഉണ്ട്. എയുടെ വാല്യൂ 30, 160, 180, 40, ഡിമാൻഡ് 46.
B 102, 84, 80, demand 62. C 84, 52, 132, demand 32. D 66, 162, 120, 60. Supply 46, 88, 66. ടോട്ടൽ ഡിമാൻഡ് ടോട്ടൽ സപ്ലൈ ഈക്വൽ ആണ് 200 ആണ് വരുന്നത്. അപ്പോൾ അവിടെ അൺബാലൻസ്ഡ് ഒന്നുമല്ല, ബാലൻസ്ഡ് ആണ്. പക്ഷെ ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷന്റെ ഒബ്ജക്റ്റീവ് എന്താ? മിനിമൈസ് ദ കോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മാക്സിമൈസേഷൻ എന്തിലേക്ക് മാറ്റണം? മിനിമൈസിലേക്ക് മാറ്റണം. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ സൊല്യൂഷൻ നോക്കിയോ. ദ പ്രോബ്ലം ഈസ് മാക്സിമൈസേഷൻ പ്രോബ്ലം ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ലോസ് മെട്രിക്സ്. ദെൻ ഹയസ്റ്റ് എലിമെന്റ് ഇൻ ദ എബോവ് ടേബിൾ 180. സോ ഡിഡക്ട് ഓൾ അതർ എലിമെന്റ് ഫ്രം 180. അപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ മാക്സിമൈസ് ഒബ്ജക്റ്റീവ് വരുമ്പോൾ നമുക്ക് മിനിമൈസ് ആകാൻ വേണ്ടിയിട്ട് ടേബിളിലെ ഏറ്റവും വലിയ വാല്യൂ നോക്കാം. ടേബിളിലെ ഏറ്റവും വലിയ വാല്യൂ 180 ആണ്. ആ 180 ഓരോന്നിനകത്തും 180 തരുന്ന വാല്യൂ ഡിഡക്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് എന്താ വരിക? 180 എ, കോളം എ ആണ് ടീച്ചർ വായിക്കുന്നത്. 180 മൈനസ് 30 150. 180 മൈനസ് 160 20. 180 മൈനസ് 180 0. ഡിമാൻഡ് 46 ആണ്. ഇനി കോളം ബി നമ്മൾ പണ്ട് ഗെയിം തിയറിയിൽ പഠിച്ചില്ല, അതെന്നാ 180 മൈനസ് 102 78. അടുത്ത 180 മൈനസ് 84 96. 180 മൈനസ് 100 80. ഡിമാൻഡ് 62. ഇനി കോളം സി 180 മൈനസ് 84 96. 180 മൈനസ് 52 128. 180 മൈനസ് 132 48. ഡിമാൻഡ് 32. നെക്സ്റ്റ് ഡി കോളം 180 മൈനസ് 66 114. 180 മൈനസ് 162 18. 180 മൈനസ് 120 60. ഡിമാൻഡ് 60. സപ്ലൈ 46 88 66 200. ഡിമാൻഡ് 46 62 32 60 200. അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിലെ ഏറ്റവും വലിയ വാല്യൂ എല്ലാത്തിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. അപ്പൊ 150 മൈനസ് 30 150. 150 മൈനസ് 160 20. 150 മൈനസ് 0. ബി എന്ന് പറയുന്ന കോളത്തിൽ 150 നിന്ന് 102 മൈനസ് ചെയ്തപ്പോൾ 78. അങ്ങനെ ഓരോന്നും മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ നമ്മളിവിടെ എഴുതി. അടുത്തത് അപ്പൊ നമ്മൾ എന്താക്കി മാറ്റി? 200 ആക്കി എല്ലാത്തിനെയും എന്ത് ചെയ്ത്? മിനിമൈസ് ചെയ്ത്. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്, മിനിമൈസ് ചെയ്ത്. മിനിമൈസ് ചെയ്താൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിഗ്മ ഇ ഡി ഐ ഈസ് ഈക്വൽ ടു സിഗ്മ എസ് ജെ എന്നാൽ ഡിമാൻഡ് സപ്ലൈ 200 ആണ്. ദർ ഈസ് ദ എക്സിറ്റ് എ ഫീസിബിൾ സൊല്യൂഷൻ. വി ക്യാൻ യൂസ് ദ വാം മെത്തേഡ് ടു ഫൈൻഡ് ദ ഫീസിബിൾ സൊല്യൂഷൻ. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ വാം മെത്തേഡിൽ കാണും. സോഴ്സസ് 1 2 3 എ ബി സി ഡി എന്ന് പറയുന്ന 4 കോളം, സപ്ലൈ കോളം, റോ നമ്പർ കോളം, ഡിമാൻഡ് കോളം ഡിമാൻഡ്, അതുപോലെ തന്നെ കോളം നമ്പർ 1 കൊടുക്കും. ഇനി എയിൽ 150 20 0, ബിയിൽ 78 96 100, സിയിൽ 96 128 48, ഡി 114 18 60, സപ്ലൈ 46 88 66 200 വരും. റോ നമ്പർ U1 U2 U3, ഡിമാൻഡ് 46 62 32 60 200, കോളം നമ്പർ V1 V2 V3 V4. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വാം മെത്തേഡ് പ്രകാരം വാല്യൂ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, നമ്മൾ ഓൾറെഡി 3-4 പ്രോബ്ലം ചെയ്തതാണ്. വാം മെത്തേഡിൽ ഓരോ അലോക്കേഷനായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. പെനാൽറ്റീൻ്റെ ബേസിൽ അലോക്കേറ്റ് ചെയ്ത് പെനാൽറ്റി കണ്ടുപിടിച്ചിട്ട് ചെയ്താൽ മതി, എന്ന് തെറ്റില്ല. പെനാൽറ്റി കണ്ടുപിടിച്ച് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഈ ക്വസ്റ്റ്യൻ പ്രകാരം A2 എന്ന് പറയുന്ന സെല്ലിൽ 12, അതുപോലെ തന്നെ A3 എന്ന് പറയുന്ന സെല്ലിൽ 34, അവരുടെ ഡിമാൻഡ് 46 ആയിരുന്നു. നെക്സ്റ്റ് B1 എന്ന് പറയുന്ന സെല്ലിൽ 46, B2 എന്ന് പറയുന്ന സെല്ലിൽ 16, അവരുടെ ഡിമാൻഡ് 62 ആയിരുന്നു. ഇനി C എന്ന് പറയുന്ന കോളത്തിലെ ഡിമാൻഡ് 32, C3 എന്ന് പറയുന്ന സെല്ലിൽ 32 അലോട്ട് ചെയ്ത്. ഇനി D എന്ന് പറയുന്ന കോളത്തിന്റെ ഡിമാൻഡ് 60 ആയിരുന്നു. അപ്പോൾ അത് അലോട്ട് ചെയ്തത് D2 എന്ന് പറയുന്ന സെല്ലിൽ 60 അലോട്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നമ്പർ ഓഫ് അലോക്കേഷൻ ഓഫ് ടേബിൾ ഈസ് 6. നമ്പർ ഓഫ് അലോക്കേഷൻ ഓഫ് ടേബിൾ 6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു m + n - 1 6 ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം. എങ്ങനെയാ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം? എങ്ങനെയാ? 20 × 12 + 0 × 34 + 78 × 46 + 96 × 16 + 48 × 32 + 18 × 60. അത് നിങ്ങൾ കണ്ടുവെക്കുക. ഇനി നമുക്ക് ഒപ്റ്റിമാലിറ്റി മെത്തേഡ്, ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ മാത്രമല്ല ഒപ്റ്റിമാലിറ്റിയും കൂടി കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഒപ്റ്റിമം ആണോ അല്ലയോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മോഡി മെത്തേഡ് ആകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാണ്. അപ്പോൾ ഒപ്റ്റിമാലിറ്റി ബൈ യൂസിങ് മോഡി മെത്തേഡ്, സെക്കൻഡ് റോ ഹാസ് എ മാക്സിമം അലോക്കേഷൻ. സെക്കൻഡ് റോയിലാണ് ഏറ്റവും കൂടുതൽ അലോക്കേഷൻ ഉള്ളത്. നോക്കൂ,
സെക്കൻഡ് റോയിൽ ഏതാ? സെക്കൻഡ് റോയിൽ A2ൽ 12 ഉണ്ട്, B2ൽ 16 ഉണ്ട്, D2ൽ 60 ഉണ്ട്. അപ്പം 3 അലോക്കേഷൻ സെക്കൻഡ് റോയിലുണ്ട്. U2 എന്ന് പറയുന്ന റോയിൽ 3 അലോക്കേഷൻ ഉണ്ട്. അപ്പം നമുക്ക് U2 എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. സോ U2 പ്ലസ് V1 ഈസ് ഈക്വൽ ടു, V1 വാല്യൂ എത്രയാ? 20 ആണ് അല്ലേ? സോ U2 ഈസ് ഈക്വൽ ടു 0, V1 ഈസ് ഈക്വൽ ടു 20. ഇനി U2 പ്ലസ് V2, U2 പ്ലസ് V2 എന്ന് പറയുമ്പോൾ U2 ഇല്ല, V2ന്റെ വാല്യൂ എത്രയാണ് നോക്കൂ. V2ന്റെ വാല്യൂ എത്രയാ? 96 ആണ് അല്ലേ? നോക്കൂ, V1ന്റെ വാല്യൂ എത്രയാ? 20, V2ന്റെ വാല്യൂ 96. അപ്പോൾ 96 നമ്മൾ നോക്കാം. 96 എന്ന് പറയുന്നത് 96 when U2 is equal to 0, V2 is equal to 96. U2 plus V4 അടുത്തത് 18 ആണ്. ഇതൊക്കെ എന്താണ്? U2 പ്ലസ് V2 ഒക്കെ നമ്മൾ ഏതാ സെല്ല്? ഇതാ നോക്കൂ, U2 പ്ലസ് V1 എന്ന് പറയുന്നത് എന്താ? U2 പ്ലസ് V1 എന്ന് പറയുന്നത് 20 വാല്യൂ ഉള്ള സെല്ലാണ്. ഇത് അവിടെ നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി U2 പ്ലസ് V2 എന്ന് പറയുന്നത് എന്തോ? V2 എന്ന് പറയുന്നത് 96 ഉള്ള സെല്ലാണ് നമ്മൾ അലോട്ട് ചെയ്തത്. അപ്പോൾ V2 96. ഇനി U2 പ്ലസ് V4 എന്ന് പറയുന്നത് എന്താ? 18 ആണ്. V4 ആണ്, V3 അല്ല. U2 പ്ലസ് V4 എന്ന് പറയുന്നത് 18 ആണ് അതിൻ്റെ വാല്യൂ. സോ 18, U2 0, V4 18 വരും. ഇനി അടുത്ത് എന്താ പറയുന്നത്? U1 പ്ലസ് V2. U1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. U1 എത്രയാ? സോറി, U1 നമ്മൾ കണ്ടുപിടിച്ചില്ല. U1ന്റെ വാല്യൂ എത്ര? U1ന്റെ വാല്യൂ നോക്കൂ, 78. അലോട്ട് ചെയ്തത് U1 എന്ന് പറയുന്നത് ഏതാ സെല്ല് എന്നറിയോ? B1 ആണ്. സോ അതിൻ്റെ വാല്യൂ എത്ര? 78. ആൻഡ് വെൻ V2 ഈസ് ഈക്വൽ ടു, V2ന്റെ വാല്യൂ നമുക്ക് 96 കിട്ടി. അങ്ങനെയാണ് U1 എന്ന് പറയുന്നത് എന്താ? U1 പ്ലസ് V2. U1 എന്ന് പറയുന്നത് 78 മൈനസ്, നേരെ തിരിച്ചിടുന്നതാണെങ്കിൽ 78 മൈനസ് 96 ഈസ് ഈക്വൽ ടു മൈനസ് 18. ഇനി U3 പ്ലസ് V1 ആണെങ്കിൽ 0. V1 എത്ര? 20. U3 എന്ന് പറയുന്നത് 0 മൈനസ് 20 എന്ന് പറഞ്ഞാൽ മൈനസ് 20. U3 പ്ലസ് V3 എന്ന് പറയുന്നത് 48 ആണ്. സോ V3 എന്ന് പറയുന്നത് 48 ആണ് അല്ലേ? നമുക്കവിടെ V3 കിട്ടുന്നത് എത്രയാ? 48. സോ വെൻ U3 ഈസ് ഈക്വൽ ടു മൈനസ് 20, ദെൻ V3 ഈസ് ഈക്വൽ ടു 48 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 68. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ കിട്ടി. V1 20, V2 96, V4 18, U1 മൈനസ് 18, U3 മൈനസ് 20, V3 68 കിട്ടി. So evaluate the opportunity cost of each of unoccupied cell by using delta ij is equal to Cij minus Ui plus Vj. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ അലോട്ട് ചെയ്താൻ പറ്റി. സോ ഓരോന്നിൻ്റെയും A എന്ന് പറയുന്ന കോളത്തിൽ 150, 20, 0, B 78, 96, 100, C 96, 128, 48, D 114, 18, 60, സപ്ലൈ 46, 88, 66, ഡിമാൻഡ് 46, 62, 32, 60, 200. അപ്പോൾ V1 കോളം നമ്പർ 1ൽ V1 20, V2 96, V3 68, V4 18. അതുപോലെ U1 റോ നമ്പറിൽ V1 മൈനസ് 18, U2 0, U3 മൈനസ് 20. ഇനി നമുക്ക് അതിൻ്റെ വാല്യൂ അലോട്ട് ചെയ്യാം. വാല്യൂ 12, 34, 46, 16, 16, 30 അലോട്ട് ചെയ്ത്. ഇനി അതിൻ്റെ വാല്യൂ അത് തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ കാണാം. 148 A1 എന്ന് പറയുന്ന സെല്ലിൽ. ദെൻ അതുപോലെ അടുത്ത അലോട്ട് ചെയ്യുന്നത് എത്രയാണ്? B3 എന്ന് പറയുന്ന സെല്ലിൽ 24, നെക്സ്റ്റ് C1 എന്ന് പറഞ്ഞ സെല്ലിൽ 46. നിങ്ങൾ നേരെ ലെഫ്റ്റ് കോർണറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ടോപ്പ് കോർണറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാം 46. നെക്സ്റ്റ് C2ൽ 60, നെക്സ്റ്റ് വരുന്നത് D1ൽ 114, അതുപോലെ D3ൽ 62. കാണുന്നുണ്ടല്ലോ വന്നത് എങ്ങനെയാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി അടുത്തത് അതെങ്ങനെയാ വാല്യൂ വന്നതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1 വന്നത് ഇതാ അൺഓക്യുപ്പൈഡ് സെൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അൺഓക്യുപ്പൈഡ് സെൽ എന്ന് പറയുന്ന ഫസ്റ്റ് അൺഓക്യുപ്പൈഡ് സെൽ എന്ന് പറഞ്ഞാൽ അൺഓക്യുപ്പൈഡ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? അലോട്ട് ചെയ്യാത്ത സെല്ലിനെയാണ്, നമ്മൾ റൗണ്ട് ചെയ്യാത്ത സെല്ലിനെയാണ്. ഏതെങ്കിലും വന്നിട്ട് ഒരു വാല്യൂ എഴുതി റൗണ്ട് ചെയ്യുന്ന സെല്ലില്ലേ, അതിന് റൗണ്ട് ചെയ്യുന്ന സെല്ലിന് ഒക്യുപ്പൈഡ് സെല്ലെന്നും റൗണ്ട് ചെയ്യാത്ത സെല്ലിന് അൺഓക്യുപ്പൈഡ് സെൽ എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് A അത് അൺഓക്യുപ്പൈഡ് സെൽ, അതിൻ്റെ വാല്യൂ 150 ആണ്. ആ 150 മൈനസ് ദെൻ അപ്പോൾ U1 ഓരോന്നിൻ്റെയും വാല്യൂ, U1ൻ്റെ വാല്യൂ മൈനസ് 18 പ്ലസ് V1ൻ്റെ വാല്യൂ 20 ഈസ് ഈക്വൽ ടു 148. അടുത്ത അൺഓക്യുപ്പൈഡ് 1C ആണ്.
അപ്പോൾ 96 ആണ് വാല്യൂ. 96 മൈനസ് U1ന്റെ വാല്യൂ -18 പ്ലസ് സി എന്ന് പറയുമ്പോൾ V3യുടെ വാല്യൂ 68 ഈസ് ഈക്വൽ ടു 46. അങ്ങനെ ഓരോന്നും കാണണം. 1D എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 114 മൈനസ് U1 -18 പ്ലസ് D എന്ന് പറയുമ്പോൾ V4 18 ഈസ് ഈക്വൽ ടു 114. DC എന്ന് പറയുമ്പോൾ 128 മൈനസ് U2ന്റെ വാല്യൂ -0 ആണ് പ്ലസ് സി എന്ന് പറയുമ്പോൾ V3 68 ഈസ് ഈക്വൽ ടു 60. 3B എന്ന് പറയുമ്പോൾ അവിടെ 3Bന്റെ വാല്യൂ 100 മൈനസ് ദെൻ U3യുടെ വാല്യൂ -20 പ്ലസ് B എന്ന് പറയുമ്പോൾ V2ന്റെ വാല്യൂ 96 ഈസ് ഈക്വൽ ടു 24. ദെൻ നെക്സ്റ്റ് 3D ആണ്. 3D എന്ന് പറയുമ്പോൾ 60 മൈനസ് U3 -20 പ്ലസ് D എന്ന് പറയുമ്പോൾ V4 18 ഈസ് ഈക്വൽ ടു 62. അപ്പോൾ നമുക്ക് അൺഓക്യുപ്പൈഡ് സെൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 1A 148, 1C 46, 1D 114, 2C 60, 3B 24, 3D 62. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഡെൽറ്റ IJ ഗ്രേറ്റർ ദാൻ 0 കിട്ടണം. ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം. കാരണം എല്ലാം 0നേക്കാളും കൂടുതലാണ്. അപ്പോൾ സൊല്യൂഷൻ എന്താണ്? നമ്മൾ ചെയ്ത സൊല്യൂഷൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഒപ്റ്റിമം ആണ്. സോ ഒപ്റ്റിമം പ്രോഫിറ്റ് അല്ലേ നമ്മളോട് ചോദിച്ചത്. സോ ഒപ്റ്റിമം പ്രോഫിറ്റ് ഈസ് 46 × 102. ഇവിടെ നമ്മൾ വാല്യൂ എടുക്കാം. നമ്മളെ ഫസ്റ്റ് വാല്യൂ എടുക്കാം. അവിടെ നമുക്ക് എഴുതാം 46 × 102 പ്ലസ് 12 × 160 പ്ലസ് 16 × 84 പ്ലസ് 30 × 162 പ്ലസ് 34 × 180 പ്ലസ് 16 × 132 ഈസ് ഈക്വൽ ടു 21,048 കിട്ടി. ഒന്നും കൂടി നോക്കിക്കോ. നമുക്ക് തന്നത് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ മാക്സിമൈസേഷനെ മിനിമൈസ് ആക്കാൻ ആദ്യം ചെയ്യേണ്ടത് ആ ടേബിളിലെ ഏറ്റവും വലിയ വാല്യൂ എല്ലാത്തിൻ്റെ അകത്തും സബ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ A എന്ന് പറയുന്ന കോളത്തിൽ 150 20 0, B 78 96 100, C 96 128 48, D 114 18 60 അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ഇപ്പം എന്തായി? സിഗ്മ DI ഈസ് ഈക്വൽ ടു സിഗ്മ SJ ആയി. വാം മെത്തേഡിലൂടെ ഇനീഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഫൗണ്ട് ചെയ്യും. അങ്ങനെ ഫൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് അങ്ങനെ ഫൗണ്ട് ചെയ്തതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം. എന്നിട്ട് നമ്മൾ ഒപ്റ്റിമാലിറ്റി മെത്തേഡ് നോക്കും. ഒപ്റ്റിമം ആണോ? മോഡി മെത്തേഡ് ഒന്നും പറഞ്ഞില്ലേ, മോഡി മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അതാണ് സിമ്പിൾ. പക്ഷെ ഇത് കുറച്ച് ടഫാണ്, കുറേ ചെയ്യാനുണ്ട്. മോഡി മെത്തേഡിലൂടെ നമ്മൾ സെക്കൻഡ് റോ അപ്പൊ ഇതിങ്ങനെ നോക്കുകയാണ്. ടേബിൾ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ അലോട്ട് ചെയ്തത് കോളത്തിലാണോ റോയിലാണോ നോക്കും. ഈ ഒരു കേസ് പ്രകാരം ഏറ്റവും കൂടുതൽ അലോട്ട് ചെയ്തത് സെക്കൻഡ് റോയിലാണ്. കാരണം മൂന്ന് സെല്ലിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് റോന്റെ പേര് U2 ആണ്. അപ്പോൾ U2നെ നമ്മൾ 0 ആയിട്ട് എടുത്തിട്ട് V1ഉം V2ഉം V3ഉം V4ഉം U1ഉം U3ഉം കാണും. അങ്ങനെ V1 20, V2 96, V3 68, V4 18, U1 -18, U3 -20, U0 0 കാണും. അങ്ങനെ നമുക്ക് അടുത്ത എന്ത് കാണാം? ഡെൽറ്റ IJ കാണാം. CJ IJ മൈനസ് UI പ്ലസ് VJയിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ വാല്യൂ കണ്ടുപിടിക്കണം. ഈ വാല്യൂന് ഫസ്റ്റ് അൺഓക്യുപ്പൈഡ് സെല്ല് 1A സെല്ലിൽ 142, 1C 46, 1D 140, 2C 60, 3B 24, 3D 62 എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ സെല്ലിൽ ഇങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒക്യുപ്പൈഡ് അല്ലാത്ത സെല്ലില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒക്യുപ്പൈഡ് അല്ലാത്ത സെല്ലിൽ നമ്മൾ ഇതുപോലെ സൈഡിൽ 1Aയുടെ വാല്യൂ ഇപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ്, നേരത്തെ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹാഫ് ബോക്സിൽ 148 കൊടുത്തു. ഇനി അടുത്ത സെല്ല് എന്ന് പറഞ്ഞാൽ 1B ആണ്. 1Bയിൽ ഓൾറെഡി അലോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സെല്ല് 1C ആണ്. 1Cയിൽ അലോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 1Cന്റെ വാല്യൂ 46 അവിടെ അലോട്ട് ചെയ്യും. 1Dയിൽ ഒക്യുപ്പൈഡ് അല്ല, അവിടെയും 114 ജസ്റ്റ് മാർക്ക് ചെയ്യും സൈഡിലേക്ക്. ഇനി 2A അലോട്ടഡ് സെല്ലാണ്, ഒക്യുപ്പൈഡ് സെല്ലാണ്. 2B ഒക്യുപ്പൈഡ് സെല്ലാണ്. 2C ഒക്യുപ്പൈഡ് അല്ല, കണ്ടുപിടിച്ച വാല്യൂ 60 ആണ്. ആ സൈഡിൽ അതുപോലെ തന്നെ എഴുതി വെക്കും. ഇനി 2D ഒക്യുപ്പൈഡ് സെല്ലാണ്. 3A ഒക്യുപ്പൈഡ് സെല്ലാണ്. 3B ഒക്യുപ്പൈഡ് സെല്ലല്ല, അവിടെ കിട്ടിയ വാല്യൂ 24, അത് സൈഡിൽ അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കും. ഇനി 3C ഒക്യുപ്പൈഡ് സെല്ലാണ്.
3D occupied cell അല്ല അവിടെയും 62 മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കുന്ന മനസ്സിലായില്ലേ? നേരത്തെ മാർക്ക് ചെയ്യുന്ന ജസ്റ്റ് ഓപ്പോസിറ്റ് ഹാഫ് ബോക്സിൽ മാർക്ക് ചെയ്യും. ഇനി അതിന്റെ വാല്യൂ എടുക്കും, ഓരോന്നിന്റെ വാല്യൂ എടുക്കും. എപ്പോൾ 46 into 100. Then next plus 12 into 160 plus 16 into 84 plus 30 into 162 plus 34 into 180 plus 16 into 132. ഈ വാല്യൂ ഏതാണെന്ന് മനസ്സിലായേ? നമ്മളെ മെയിൻ ക്വസ്റ്റ്യനുള്ള വാല്യൂ നോക്കൂ. ക്വസ്റ്റ്യനുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. കാരണം ക്വസ്റ്റ്യനെ നമ്മൾ മിനിമൈസ് ചെയ്തതാണ്. നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താ? മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്. അപ്പൊ മാക്സിമൈസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യനും മാക്സിമൈസ് ആണ്. അപ്പൊ ആ മാക്സിമൈസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനുള്ള വാല്യൂവിനെ ഒക്യുപ്പൈഡ് സെല്ല് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 46 ഇൻറ്റു നമുക്ക് ഓരോന്നും എന്താ 102 പ്ലസ് 12 ഇൻറ്റു 160 plus 16 into 84 plus 30 into 162 plus 34 into 180 plus 16 into 132. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഉള്ളത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം പ്രോഫിറ്റ് ആയതുകൊണ്ടാണ്. ബാക്കി മിനിമൈസ് ആണെങ്കിൽ നമ്മൾ ചെയ്ത അതേപോലെ ചെയ്യും. സോ 21,048 ആണ് വാല്യൂ. ഇനി നമുക്കൊരു ഹോംവർക്ക് ഉണ്ട്. A company is spending 1,000 on transportation of its units from 3 plants to 4 distribution centers. Supply ഹോംവർക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ടൈം ഇപ്പം തന്നെ 42 മിനിറ്റ് ആയി. താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.